നമ്മുടെ ടീം നമ്മുടെ അളിയന്മാർ വരുന്നുണ്ട്. അളിയന്മാർ നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അവിടെ ലക്കി ഡ്രോ ഒക്കെ ഇടുന്നുണ്ട്. ലക്കി ഒക്കെ ഒന്ന് ടി വി അടിച്ച് കൊണ്ടുപോകുന്ന വന്നത്. ടി വി അടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതെ, രണ്ടുപേരും ഇട്ടിട്ടുണ്ട്. വരൂ, രണ്ടുപേരും ഒന്ന് വരൂ. നമുക്ക് പ്രൈസൊക്കെ മേടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒത്തിരി സന്തോഷം ചേട്ടാ, ഒത്തിരി സന്തോഷം. രണ്ടുപേരുടെ സെൻറ്ററിൽ ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു സിനിമാ സംഘടനകളുമായിട്ടുള്ള എല്ലാ സിനിമാ സീരിയൽ ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ നമുക്ക് കൈകോർക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷം. ആത്മയിലുണ്ടായിരുന്നു, അമ്മയിലുണ്ടായി, ഇപ്പോൾ അതേ മായിൽ വന്നിരിക്കുന്നു. ഒരു കുടുംബത്തിൽ വന്ന ഫീല് എന്ത് തോന്നുന്നു ഈ സമയത്ത്? സന്തോഷം തന്നെ. നമ്മൾ വർഷത്തിലൊരിക്കൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്നൊരു പരിപാടിയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആളുകളും ഇതിനകത്ത് വരികയും അവരെ കാണുകയും സംസാരിക്കുകയും പരിചയം പുതുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മുഹൂർത്തമാണ് ഈ വാർഷികം എന്ന് പറയുന്നത്, ജനറൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞ ഭാഗ്യമാണ്. പിന്നെ സംഘടന എന്ന് പറയുന്നത് എല്ലാവരും കൂടെ കൂട്ടായിട്ട് നിൽക്കുമ്പോഴല്ലേ. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ. ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഗതികൾ വരുമ്പോഴും നമുക്ക് നേരിടാൻ പറ്റും. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ അങ്ങനെ ഒരു സംഘടന ഞാനും പങ്കാളിയായതിൽ വലിയ അഭിമാനമുണ്ട്. ഇതൊരുപാട് കാലം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. കാരണം വെച്ചാൽ ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഹൈദരാബാദിയെ കാണണമെങ്കിൽ നമ്മുടെ സംഘടനയുടെ പരിപാടിയിൽ വന്നാൽ മതി. അത് മറ്റേ നമ്മൾ സിനിമ പ്രൊമോഷനിലൊക്കെ പോകുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ആത്മയുടെയും അമ്മയുടെയും വീട്ടിൽ നമ്മുടെ മായുടെയൊക്കെ പരിപാടി സ്ഥലത്ത് വന്നാൽ ഹൈദരാബാദി ഒന്ന് കാണാൻ പറ്റില്ല. ആ ഒരു അടിപൊളി അടിപൊളിയായിട്ടോ. അതല്ലേ നമുക്കിനി പെട്ടെന്ന് പറയാം. ഹൈദരാബാദി ഇവിടെ ഉണ്ട്, മായുടെ പരിപാടി അക്കടത്തുണ്ട്, അല്ലെങ്കിൽ ആത്മയുടെ പരിപാടി നമ്മളവിടെയും പൊളിച്ചല്ല. അല്ല, അത് എന്നെ സംബന്ധിച്ചോളം നമ്മൾ ഈ സംഘടനകളെല്ലാമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. നമ്മളെ വിളിക്കുന്നു, ഈ സംഘടന വർക്ക് ഏറ്റെടുക്കണമെന്ന്. അപ്പം തന്നെ നമ്മൾ ഏറ്റെടുക്കുവാണ്. എന്നുവെച്ചാൽ നമുക്കും നിങ്ങളാണ് എൻ്റെയൊക്കെ പ്രചോദനം. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല, അല്ലേ? നിങ്ങൾക്കും എന്നെ വേണം, എനിക്കും നിങ്ങൾ വേണം. ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തന്നെ സഹായം. അങ്ങനെയാണ് തീർച്ചയായിട്ടും. അത് തന്നെയാണ്, അതാണ് എൻ്റെ വലിയ ഒരു ഭക്തി പറഞ്ഞിട്ടില്ല. അല്ല, കറക്റ്റാണ്. കറക്റ്റല്ലേ? എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായമൊക്കെ വേണം. ആ കൊടുക്കൽ വാങ്ങൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എനിക്ക് നിർത്താൻ പറ്റിയ സന്തോഷം. ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിൽ പ്രൈസ് ഉണ്ട് കേട്ടോ. ടി വി ആണ് മെഗാ പ്രൈസ് നമ്മൾ തരുന്നത്. ടി വി ഉണ്ട്, പ്രൈസുകളുണ്ട്. പിന്നെ അജ്മി തരുന്ന പ്രൈസ് ഉണ്ട്, മൈജി തരുന്ന പ്രൈസ് ഉണ്ട്. പിന്നെ IFA തരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ഗെയിം ഷോയിൽ ബെഡ്റൂം അവിടെ ഇട്ട ബെഡ്റൂം കൊണ്ട് സെറ്റ് ചെയ്ത് തരും. അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാങ്ക് വേണി കൊണ്ടുപോയിക്കോളും. അതൊരു ചോദ്യമായിപ്പോട്ട്, വീടാര് തരുന്നത്. അപ്പം അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു ഉച്ചയാകുമ്പോൾ അജ്മിയുടെ വെറൈറ്റി പായസം ഉണ്ട് ഇവിടെ. അങ്ങനെ എല്ലാ സാധനത്തോടെ സെറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം ചേട്ടാ, ഒത്തിരി സന്തോഷം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആളുകൾക്കൊക്കെ വളരെ സന്തോഷമാണ് കേട്ടോ. ഒരു സംഘടനയുടെ ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലക്കി ഡ്രോ ഇടുന്നു. ലക്കി ഇട്ടിട്ടും കൂടി പോരാട്ടോ. നമുക്കൊന്ന് ഒന്ന് സംസാരിച്ചിട്ട് വേണം. അവിടെ ഇട്ടോ, അവിടെ ഇട്ടിട്ട് പോരാ. നിങ്ങൾക്ക് പ്രൈസ് മൈജി തരുന്ന ഒരു ടി വി ആണ് കേട്ടോ. അതവിടെ ഇട്ട് കൃത്യമായിട്ട് പോകണം. എന്തായാലും ഒത്തിരി സന്തോഷമുള്ള മുഹൂർത്തമാണ്. നമ്മൾ സംഘടനയുടെ ഒരു സംഘടനയുടെ ഒരു പ്രവർത്തന രീതി ഞാൻ ഇവിടെ വന്നപ്പോൾ ഒത്തിരി പേരെ സഹായിക്കുന്നു. സംഘടന എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ സ്നേഹിതം വരുന്നുണ്ട്, ഇവിടെ പ്രസാദം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മിമിക്രി കാണുന്ന കാലഘട്ടത്തിൽ കാണുന്ന വ്യക്തിയാണ് കേട്ടോ. ഒന്ന് വരൂ. നമസ്കാരം. ഞാൻ നമ്മൾ നേരത്തെ അവിടെ കലാഭവൻ്റെ കുറേ ആൾക്കാരാണ്. നമ്മളൊക്കെ മിമിക്രി കണ്ട് വളരുന്നത്. എൻ്റെയൊക്കെ കാലത്ത് കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന, നിങ്ങളുടെയൊക്കെ മിമിക്രി കണ്ടാണ്. ആ ഒരു സംഘടനയുടെ ഭാഗമാകാൻ ഇതോടെ ഞങ്ങൾക്കും അവസരം കിട്ടി. അതിലൊത്തിരി സന്തോഷം. എല്ലാവരും ഒരുമിച്ച് കാണുന്നു. എന്ത് തോന്നുന്നു? ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. ഞങ്ങൾ വർഷത്തിലൊരിക്കലാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സുഹൃത്തുക്കളൊക്കെ പല പല പ്രോഗ്രാംസിൽ കാണാറുണ്ടെങ്കിലും ഇതൊരു ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വൈബ് തന്നെയാണ്. ഓൾ കേരള ആർട്ടിസ്റ്റുകളെയൊക്കെ ഒന്നിച്ച് കാണാനും അത് പ്രത്യേക പിന്നെ പഴയ കഥകളൊക്കെ പങ്കുവെക്കാൻ ചിരിക്കാനും ഇന്നത്തെ ദിവസം ഫുൾ ഇവിടെയാണ്. വളരെ സന്തോഷം. എനിക്കൊന്ന് പ്രസാദിനൊക്കെ ആ മിമിക്രി തുടങ്ങുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട എനിക്ക് നിങ്ങൾ ഒരു എന്താണ് ഒരു മൃദംഗ തബല എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്? ഓക്കെ. ഞാൻ ഒരു തബലയുടെ ശബ്ദം കേൾപ്പിക്കാം. തബലയാണ് ഞാൻ നിങ്ങൾ കൊണ്ടുപോയിട്ടാണ് അവിടെ പറഞ്ഞിട്ട് ഞങ്ങളായിട്ട് തുടങ്ങി വെച്ചാണ്. നിങ്ങളൊക്കെ കൂടി ഒരു സാധനമല്ലേ. പിന്നെ ഗൾഫിൽ അബിയുടെ ട്രൂപ്പ് ഞങ്ങൾ പോയി ഫസ്റ്റ് ഗൾഫിൽ മിംസ് ഗാനങ്ങൾ നടന്നത് ഞങ്ങളാണ്. കൊച്ചിൻ സാഗർ 12 പാട്ട് ആണ് അന്ന് പാടിയത്. 12 പാട്ട് തൊണ്ട നിർത്താണ്. 1 മണിക്കൂർ കോമഡിയും ആയിട്ടുള്ള കാലഘട്ടം അല്ലേ. നമുക്കൊന്ന് പ്രേക്ഷകർക്ക് ഓക്കെ തബലയുടെ ശബ്ദം.
ഓക്കെ ഓക്കെ. ഇതൊക്കെ നമ്മൾ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പൊ ഇതൊന്നും കൂടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഒത്തിരി സന്തോഷം. Okay. നമുക്ക് പൊളിക്കണം. ഓക്കെ സ്റ്റേജിലൊക്കെ പരിപാടിയുണ്ട്, Okay. അടിച്ചു പൊളിക്കണം. Okay. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ് വരുമോ? ഒരു മിനിറ്റ് വന്നിട്ട് പോകും. എന്താണ് ഇങ്ങനെ പോകുന്നത്? ലക്കി ഇട്ടറും കൂടി വരണം, അതാണല്ലോ. പറയൂ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ മിമിക്രി അസോസിയേഷൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറും കൂടെയാണ്. അപ്പം കലാഭവനിൽ കൂടെയാണ് ഞാൻ ശരിക്കും ഈ മിമിക്രിയിൽ വന്നത്. മിമിക്രി സ്റ്റേറ്റ് വിന്നറായിരുന്നു. അങ്ങനെ കലാഭവനിലെത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംഘടന തുടങ്ങുന്നതിന് മുന്നേ മാക് എന്ന് പറഞ്ഞൊരു സംഘടനയായിരുന്നു ആദ്യം. അപ്പം അന്ന് തൊട്ട് ഞാൻ ഈ സംഘടനയിലുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ മിമിക്രിക്കാരെല്ലാവരും കൂടെ ഇന്ന് അടിച്ച് പൊളിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം മറ്റു ഞങ്ങളുടെ പ്രോഗ്രാം പുറത്താരും കാണില്ല. ഇത് ഭയങ്കരമായിട്ട് നിങ്ങളിലൂടെ എല്ലാവരും കാണും. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കണം കേട്ടോ, അടിച്ചു പൊളിക്കണം. എനിക്കൊന്ന് ഞാൻ കുറെ ആളുകൾ ചോദിച്ചോട്ടെ, അസോസിയേഷൻ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ പറയട്ടെ, ഒത്തിരി പേരെ സഹായിക്കുന്നു, അങ്ങനെ ഒരുപാട് പേർക്ക് വീടുകളായിക്കോട്ടെ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് ഇൻഷുറൻസും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോം ഫില്ല് ചെയ്യാനും അതിൻ്റെ കാര്യത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു കോള് മതി. അപ്പം പലപ്പോഴും ഇപ്പം എൻ്റെ അച്ഛൻ ഗവൺമെൻറ് എംപ്ലോയി. അപ്പോൾ അച്ഛനൊക്കെ പറയും കലാകാരന്മാരായി ഒന്ന് വീണ് കിടന്നാൽ അതിനാണ് എല്ലാവരും ഈ പെൻഷനായിട്ടും കാര്യങ്ങളായിട്ടും. പക്ഷേ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഞാൻ ഈ ഒരു സംഘടനയിലുള്ളത് കൊണ്ട്, അല്ലെ എല്ലാവരും ഈ ഒരു സംഘടനയിലുള്ളതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ നമ്മളൊന്ന് കാലിടറി ഹോസ്പിറ്റലായി ഒരൊറ്റ കോളിൽ നമുക്ക് ഇവരവിടെ എത്തും. പൈസയായിട്ടും സഹായമായിട്ടും ഒക്കെ അവരവിടെ എത്തും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, ഒരു വനിത എന്ന നിലയിൽ ഈ പറഞ്ഞ കുറെ നാളുകളായിട്ട് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു സന്തോഷം വേറെ എല്ലാവരും അല്ലേ. അപ്പൊ നമുക്ക് സ്റ്റേജിൽ അടിച്ചു പൊളിക്കുമല്ലേ? പിന്നല്ലാണ്ട് ഇന്ന് ഞങ്ങളുടെ ഡേ ആണ്. നമുക്ക് പൊളിക്കണം. അപ്പൊ ഒത്തിരി സന്തോഷം. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.